അപ്പോൾ തെരഞ്ഞെടുപ്പ് കാലത്ത് UDF 5 ഗ്യാരണ്ടികൾ ജനങ്ങൾക്ക് നൽകിയിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ അതിലെ 2 ഗ്യാരണ്ടികൾ നടപ്പാക്കാൻ തീരുമാനിച്ചു. ഒന്ന് KSRTC ബസ്സുകളിലെ സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്ര അനുവദിക്കുന്ന സംബന്ധിച്ച് ജൂൺ 15-ാം തീയതി മുതൽ നടപ്പാക്കും. ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ ഏറെ കയ്യടി നേടിയ ഒന്നായിരുന്നു KSRTCയിൽ സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്ര. ജൂൺ 15 മുതൽ നടപ്പിലാക്കും. പക്ഷേ ഇതെങ്ങനെ പ്രാവർത്തികമാക്കും എന്നതിൽ ചർച്ചകൾ തുടരുകയാണ്. കടുത്ത പ്രതിസന്ധി നേരിടുന്ന KSRTCയിൽ സ്ത്രീകൾക്കായി സൗജന്യ യാത്ര ഏർപ്പെടുത്തിയാൽ വലിയ നഷ്ടമായിരിക്കും ഉണ്ടാവുക. സൗജന്യ യാത്ര അനുവദിക്കുമ്പോൾ സർക്കാരിന് 1 മാസം കോടിക്കണക്കിന് രൂപയുടെ നഷ്ടം ഉണ്ടായേക്കും. ഇതെങ്ങനെ മറികടക്കും എന്നതിൽ ഒരു തീരുമാനവും ആയിട്ടില്ല. ഏറെ സാമ്പത്തിക പ്രതിസന്ധിയിൽ മുന്നോട്ടു പോയിരുന്ന KSRTCയെ കഴിഞ്ഞ ഇടതു സർക്കാരിന്റെ കാലത്ത് മന്ത്രി KB ഗണേഷ് കുമാറാണ് രക്ഷപ്പെടുത്തിയത്. സൗജന്യ യാത്ര ദൂരെയുള്ള തൊഴിലവസരങ്ങൾ കൂടി സൃഷ്ടിക്കാൻ സ്ത്രീകൾക്ക് വഴിയൊരുക്കും. ബസ്സുകളിലും പൊതു ഇടങ്ങളിലും സ്ത്രീ സാന്നിധ്യം കൂടും. സഞ്ചാര സ്വാതന്ത്ര്യവും സുരക്ഷയും വർദ്ധിപ്പിക്കും എന്നൊക്കെയാണ് കണ്ടെത്തൽ. കേരളത്തിൽ സ്ത്രീ യാത്രക്കാരുടെ കണക്ക് 3 ദിവസം ശേഖരിച്ചിരുന്നെങ്കിലും വിവരങ്ങൾ KSRTC പുറത്തുവിട്ടിട്ടില്ല. ആകെ 23 ലക്ഷം പേരാണ് KSRTCയിൽ പ്രതിദിനം സഞ്ചരിക്കുന്നത്. ഇതിൽ 50% വരെ വനിതകളാണെന്നാണ് കണക്ക്. 2 ജില്ലകളെ സംബന്ധിച്ചെങ്കിലും സൗജന്യ യാത്ര നൽകിയാലേ സമീപ ജില്ലകളിൽ നിന്ന് തിരുവനന്തപുരം, കൊച്ചി പോലുള്ള നഗരങ്ങളിൽ ജോലിക്കായി പോയി മടങ്ങി വരുന്നവർക്ക് പ്രയോജനപ്പെടും. സൗജന്യ യാത്ര മൂലമുള്ള സാമ്പത്തിക ബാധ്യത കുറയ്ക്കാൻ സൗജന്യം സിറ്റി ഓർഡിനറി ബസ്സുകളിൽ മാത്രമാക്കുക, സ്വദേശത്തു നിന്നും നിശ്ചിത ദൂരത്തേക്കാക്കുക, നിശ്ചിത തുകയ്ക്കുള്ള സൗജന്യ കാർഡുകൾ പുറത്തിറക്കുക തുടങ്ങിയ നിർദ്ദേശങ്ങൾ മാനേജ്മെന്റ് മുന്നോട്ട് വച്ചിട്ടുണ്ട്. എല്ലാ ക്ലാസുകളിലും സൗജന്യ യാത്ര അനുവദിച്ചാൽ പ്രതിദിന വരുമാനത്തിന്റെ 3.2 കോടിയുടെ കുറവുണ്ടാകും. നിലവിൽ പ്രതിദിന വരുമാനം 8 കോടിയാണ്. പെൻഷന് 80 കോടിയും ശമ്പളത്തിന് 50 കോടിയും പ്രതിമാസം സർക്കാർ നൽകുന്നുണ്ട്. സൗജന്യ യാത്ര വലിയ ബാധ്യതയായിരിക്കുമെന്നാണ് മാനേജ്മെന്റിന്റെ വിലയിരുത്തൽ. ഇതിനകം തന്നെ 3100 കോടിയാണ് സ്ഥാപനത്തിന്റെ കടബാധ്യത. ഇന്ധനവില വർധനവും തിരിച്ചടിയാണ്. ദിവസം 10 ലക്ഷം രൂപയുടെ അധിക ബാധ്യതയാണ് ഇതുമൂലം ഉണ്ടാകുന്നത്. പദ്ധതി നടപ്പിലാക്കുമ്പോൾ ഉണ്ടാകുന്ന വരുമാന ചോർച്ചയ്ക്ക് അനുസൃതമായി സർക്കാർ ധനസഹായം നൽകേണ്ടി വരും. അതേസമയം പദ്ധതി സ്വകാര്യ മേഖലയെ പ്രതിസന്ധിയിലാക്കുമെന്ന് ഈ മേഖലയിലുള്ളവർ പറയുന്നു. ചേട്ടാ, വീടിന് പുറത്തെ ലൈറ്റ് ഒന്ന് ഓണാക്കുവോ? ഫുല്ലിരുട്ട. ഇപ്പം ഇടാം. വയ്യ, സ്ഥിരം ഈ രാത്രി പുറത്തു പോവാൻ. ചുരുങ്ങിയ ചെലവിൽ വീട്ടുമുറ്റത്തൊരു വിളക്ക്. വൈദ്യുതി വേണ്ട, ബാറ്ററി വേണ്ട. പൂർണ്ണമായും സോളാറിൽ പ്രവർത്തിക്കുന്ന ലൈറ്റുകൾ നിങ്ങളുടെ വീടുകളിലോ സ്ഥാപനങ്ങളിലോ എവിടെയായാലും സ്ഥാപിച്ചു കൊടുക്കുന്നു. Solar Lights. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 9447132148. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ Anytime News.